സംസ്ഥാന ഖജനാവിന് വൻ ബാധ്യതയായി മാറിയ കിഫ്ബിയുടെ ഘടനയും സാമ്പത്തിക മാതൃകയും അടിമുടി പൊളിച്ചു പണിയാൻ സംസ്ഥാന സർക്കാർ. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ ഇതു സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. മോട്ടോർ വാഹന നികുതിയും ഇന്ധന സെസ്സും നേരിട്ട് കിഫ്ബിയിലേക്ക് പോകുന്ന രീതി അവസാനിപ്പിച്ച് ഈ തുക ഖജനാവിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതോടൊപ്പം സിൽവർ ലൈനിന് പകരം ബദൽ അതിവേഗ റെയിൽപാതയും ബജറ്റിൽ ഇടം പിടിച്ചേക്കും. കിഫ്ബിയുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നതായിരുന്നു UDF സർക്കാരിന്റെ ധവളപത്രം. 2026 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ അനുസരിച്ച് വിവിധ സ്രോതസ്സുകളിൽ നിന്നായി കിഫ്ബി എടുത്ത വായ്പ 42,053 കോടി രൂപയാണ്. ഇതിൽ ഇതുവരെ തിരിച്ചടച്ചത് 10,000 കോടിയിൽ താഴെ മാത്രം. നിലവിലെ വായ്പാ ബാധ്യതയും വരാനിരിക്കുന്ന പദ്ധതി ചെലവുകളും ചേർക്കുമ്പോൾ 56,000 കോടി രൂപയുടെ ബാധ്യതയാണ് കിഫ്ബി വഴി സംസ്ഥാനത്തിന്റെ തലയിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് കിഫ്ബിയുടെ ഘടനയിൽ നിർണായക മാറ്റങ്ങൾക്ക് സർക്കാർ ഒരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന് നിലവിൽ 7.5% പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാകുമെന്നിരിക്കെ കിഫ്ബി വഴി വായ്പകൾ എടുത്തത് 9.5% വരെ ഉയർന്ന പലിശ നിരക്കിലാണ്. സർക്കാരിൻ്റെ സാധാരണ വായ്പയേക്കാൾ 2%-ഓളം അധികം പലിശ നൽകേണ്ടി വന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിച്ചത്. സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയെ ബാധിക്കാതെ ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കിഫ്ബി വഴി ബഡ്ജറ്റിന് പുറത്ത് കടമെടുത്തത്. എന്നാൽ കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ വായ്പകളെയും സംസ്ഥാനത്തിൻ്റെ പൊതു കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതോടെ സംസ്ഥാന സർക്കാരിന് നേരിട്ട് കടമെടുക്കുവാനുള്ള അവസരം നഷ്ടമായി. ചുരുക്കത്തിൽ സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിന് അപ്പുറത്തേക്ക് കടമെടുക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന സംവിധാനം ഉയർന്ന പലിശ ബാധ്യത വരുത്തിവെക്കുകയും സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ഇല്ലാതാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക പ്രവർത്തന മാതൃക പൊളിച്ചു പണിയാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ വർഷവും കിഫ്ബിക്ക് നേരിട്ട് നൽകിയിരുന്ന 4,000 കോടിയോളം രൂപ ഇനി മുതൽ സംസ്ഥാന ഖജനാവിലേക്ക് മാറ്റും. മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും 1 രൂപ ഇന്ധന സെസ്സുമാണ് കിഫ്ബിക്ക് നൽകിയിരുന്നത്. 2016 മുതൽ കഴിഞ്ഞ ഓഗസ്റ്റ് വരെ 22,000 കോടി രൂപയാണ് ഇത്തരത്തിൽ കിഫ്ബി അക്കൗണ്ടിലെത്തിയത്. വായ്പ തിരിച്ചടക്കേണ്ട ബാധ്യത സർക്കാരിനായതിനാൽ ഈ വരുമാനം ഇനി കിഫ്ബിക്ക് നൽകേണ്ടതില്ല എന്നതാണ് ധനവകുപ്പിന്റെ തീരുമാനം. ഈ പണം ഖജനാവിലെത്തുന്നത് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ ആശ്വാസമാകും. പകരം കിഫ്ബിക്ക് പണം ആവശ്യമുള്ളപ്പോൾ സർക്കാർ നേരിട്ട് അനുവദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. 2016-17 കിഫ്ബി വഴി വായ്പയെടുക്കാൻ തുടങ്ങിയപ്പോൾ തോമസ് ഐസക്ക് ഒരു ഇന്ധന സെസ് ഏർപ്പെടുത്തി. ബജറ്റിൽ കൊണ്ടുവരുന്ന സെസ് ആകുമ്പോൾ ഖജനാവിലല്ലേ പോകേണ്ടത്, പക്ഷേ ഖജനാവിലേക്കല്ല പോകുന്നത്, നേരെ പോകുന്നത് കിഫ്ബി അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഒരു പൊക്കിൽ കൂടി ബന്ധം വന്നില്ലേ ഖജനാവും കിഫ്ബിയും തമ്മിൽ? എന്തുകൊണ്ടാണ് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക് ഈ ആൾക്കാരെല്ലാം ഈ ബോണ്ടുകളെല്ലാം വരുന്നത്? ഒറ്റ കാരണം, കിഫ്ബി അല്ല അതിൻ്റെ ഗ്യാരണ്ടർ. അവിടെ ഗ്യാരണ്ടറായിട്ട് വരുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയാണ്. ഇത് കൊണ്ടുവന്ന 2016 തന്നെ CAG പറഞ്ഞു ഇതിൻ്റെ ഭാരം മുഴുവൻ അടുത്ത ജനറേഷനിലേക്കാണ് വരാൻ പോകുന്നത് എന്ന്. ഇതിനൊപ്പം ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം സിൽവർ ലൈനിന് പകരമുള്ള പുതിയൊരു അതിവേഗ പാതയാണ്. മെട്രോമാൻ E. ശ്രീധരന്റെ പദ്ധതി സർക്കാരിന്റെ പരിഗണനയിലുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയുടെ പഠനം പൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ E. ശ്രീധരന്റെ പദ്ധതിയെക്കുറിച്ച് നിലവിൽ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കില്ല. എങ്കിലും കേരളത്തിലെ റെയിൽവേ വികസനത്തിനും അതിവേഗ യാത്രാ സൗകര്യങ്ങൾക്കും ആവശ്യമായ മറ്റ് നിർണായക പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം. അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.